എന്താണ് റാഗിംഗ്? വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പുതിയതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിക്കോ ജൂനിയർ വിദ്യാർത്ഥിക്കോ നേരെയുള്ള ശാരീരിക അതിക്രമമോ ആക്രമണമോ ആണ് റാഗിംഗ്. ജൂനിയർ വിദ്യാർത്ഥിയെ മാനസികമായി ആക്രമിക്കുന്നതും റാഗിംഗ് ആണ്. ശാരീരികമായോ മാനസികമായോ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും റാഗിംഗ് ആയി കണക്കാക്കും. ജൂനിയർ വിദ്യാർത്ഥികളെ കളിയാക്കുന്നതും അപമാനിക്കുന്നതും ശല്യപ്പെടുത്തുന്നതുമെല്ലാം റാഗിങ്ങിൻ്റെ നിർവചനത്തിൽ വരും. ജൂനിയർ വിദ്യാർത്ഥിയുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്നതും റാഗിംഗ് ആയി കണക്കാക്കും. ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്നുള്ള നിർബന്ധിത പണപ്പിരിവും റാഗിങ്ങിൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അകത്തോ പുറത്തോ നടത്തുന്ന റാഗിംഗ് കുറ്റകൃത്യമാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പടരുന്ന സാമൂഹിക നീചത്വം എന്നാണ് റാഗിങ്ങിന് സുപ്രീം കോടതി നൽകിയ വിശേഷണം. എന്തിനാണ് റാഗിംഗ്? മുതിർന്ന വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായി പെരുമാറും. ശാരീരികമായും മാനസികമായും വേദനിപ്പിക്കും. അധികാരം, സീനിയോറിറ്റി, കരുത്ത്, അധീശത്വം തുടങ്ങിയവ പ്രകടമാക്കുന്നതിനാണ് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിന് നേരെ ഈ ക്രൂരത അഴിച്ചുവിടുന്നത്. ആരാണ് കുറ്റക്കാർ? റാഗിംഗ് നടത്തുന്നവർ, റാഗിങ്ങിൽ പങ്കെടുക്കുന്നവർ, റാഗിങ്ങിന് പ്രേരണ നൽകുന്നവർ, റാഗിംഗ് ആസൂത്രണം ചെയ്യുന്നവർ തുടങ്ങിയവരെല്ലാം റാഗിംഗ് വിരുദ്ധ നിയമം അനുസരിച്ച് കുറ്റക്കാരാകും. എന്താണ് റാഗിങ്ങിനുള്ള ശിക്ഷ? 1998 കേരള റാഗിംഗ് വിരുദ്ധ നിയമത്തിലെ 4-ാം വകുപ്പ് അനുസരിച്ച് 2 വർഷം തടവും 10,000 രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാം. റാഗിംഗ് വിരുദ്ധ നിയമം അനുസരിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും. കോഴ്സ് പൂർത്തിയാക്കാനാവില്ല. പരീക്ഷ എഴുതുന്നതിനും വിലക്കുണ്ട്. ലഭിക്കുന്ന സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടയും. അടുത്ത 3 വർഷത്തേക്ക് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രവേശനം നേടുന്നതിനും കുറ്റക്കാർക്ക് വിലക്കുണ്ടാകും. സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ റാഗിംഗ് വിരുദ്ധ നിയമം മാത്രമല്ല റാഗിംഗ് കേസിലെ പ്രതികളെ കാത്തിരിക്കുന്നത്. ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ അനുബന്ധ വകുപ്പുകൾ അനുസരിച്ചും നിയമ നടപടികൾ പ്രതികൾ നേരിടേണ്ടി വരും. വീനസ് നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് പോലീസ് ജാമ്യമില്ലാ കുറ്റം വരെ ചുമത്തും. ആരാണ് പരാതിക്കാർ? റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥിക്ക് പരാതി നൽകാം. അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്കോ പരാതി നൽകാം. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകർക്കും പരാതി എഴുതി നൽകാനാകും. ആർക്കാണ് പരാതി നൽകേണ്ടത്? റാഗിങ്ങിനിരയായ കാര്യം വസ്തുതകൾ മുൻനിർത്തി പരാതിയായി നൽകാം. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവിക്കാണ് പരാതി എഴുതി നൽകേണ്ടത്. പരാതിയിൽ എന്ത് നടപടിയെടുക്കണം? പരാതി ലഭിച്ച് 7 ദിവസത്തിനകം പരാതി സംബന്ധിച്ച് സ്ഥാപന മേധാവി അന്വേഷിക്കണം. കുറ്റകൃത്യം സംഭവിച്ചുവെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടാൽ കുറ്റക്കാരായവരെ ഉടൻ സസ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് മാത്രം നടപടിക്രമങ്ങൾ തീരുന്നില്ല. പരാതി ലഭിച്ച് 24 മണിക്കൂറിനകം സ്ഥാപന മേധാവി വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൈമാറണം. പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയാൽ അക്കാര്യം പരാതിക്കാരെ രേഖാമൂലം അറിയിക്കുകയും വേണം. നടപടിയെടുക്കാൻ സ്ഥാപന മേധാവി വീഴ്ച വരുത്തിയാൽ, റാഗിംഗ് പരാതിയിൽ യഥാസമയം നടപടിയെടുക്കാൻ വീഴ്ച വരുത്തിയാൽ സ്ഥാപന മേധാവിക്കെതിരെയും നിയമ നടപടിക്ക് റാഗിംഗ് വിരുദ്ധ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വീഴ്ച വരുത്തുന്ന സ്ഥാപന മേധാവിക്കെതിരെ റാഗിങ്ങിനുള്ള പ്രേരണ കുറ്റം ചുമത്തും. റാഗിംഗ് വിരുദ്ധ നിയമത്തിലെ 4-ാം വകുപ്പ് അനുസരിച്ച് 2 വർഷം തടവും 10,000 രൂപ വരെ പിഴയും സ്ഥാപന മേധാവിക്കും ശിക്ഷയായി ലഭിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് വിരുദ്ധ സമിതികൾ ഉണ്ടാകണം. അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥി പ്രതിനിധികളും ഒക്കെ ഉൾപ്പെടുന്നതാണ് റാഗിംഗ് വിരുദ്ധ സമിതി. സൗഹാർദ്ദാന്തരീക്ഷത്തിലുള്ള ക്യാമ്പസിലേക്കാണ് ജൂനിയർ വിദ്യാർത്ഥികൾ എത്തുന്നതെന്ന് റാഗിംഗ് വിരുദ്ധ സമിതികൾ ഉറപ്പാക്കണം.